2025 സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഡെവലപ്പ് ചെയ്തൊരു കാര്യമാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്. ഇമോഷണലി കുറച്ചുകൂടെ ഇൻ്റലിജൻ്റ് ആവുക എന്നുള്ളത്. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു വികാര ജീവിയാണല്ലോ. പലതരത്തിലുള്ള ഇമോഷൻസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, ദേഷ്യമുണ്ട്. എൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചെറിയൊരു കാര്യം മതിയായിരുന്നു സങ്കടം വരാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അധികം ദേഷ്യം വരാത്ത ഒരാളാണെങ്കിലും ഈയിടെയായിട്ട് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഇങ്ങനെ കുറഞ്ഞു പോവുകയാണ്. എൻ്റെ ഇമോഷൻസ് പീക്ക് ലെവലിൽ എത്തുന്ന സമയത്ത് ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളും ഞാൻ മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുന്നതിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഇമോഷണൽ ഇൻ്റലിജൻസ് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത്. നമ്മളെപ്പോഴും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അടുത്ത് നമ്മളെപ്പോഴും പറയുന്ന ഒരു ഡയലോഗാണ്, നീ എൻ്റെ അടുത്ത് അങ്ങനെ ചെയ്തുകൊണ്ടല്ലേ എനിക്ക് ദേഷ്യം വന്നത്, അല്ലെങ്കിൽ അത്രയും ഹേർട്ടായിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടല്ലേ എനിക്ക് കരച്ചിൽ വന്നത്, നീ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ മനസ്സമാധാനം കിട്ടിയേനെ. ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. ശരിക്കും എന്തിനാണ് നമ്മളുടെ മനസ്സമാധാനത്തിൻ്റെ കീ അവരുടെ കയ്യിൽ കൊടുക്കുന്നത്? നമ്മളുടെ ഇമോഷൻസ് എന്തിനാണ് മറ്റൊരാൾ കൺട്രോൾ ചെയ്യുന്നത്? അത് നമുക്ക് തന്നെ കൺട്രോൾ ചെയ്താൽ പോരെ. അപ്പോൾ ശരിക്കും ആദ്യം വേണ്ടത് സെൽഫ് അവയർനെസ് ആണ്. നമ്മളെ തന്നെ കുറിച്ച് മനസ്സിലാക്കുക, നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കുക. സോ നമ്മുടെ പേഴ്സണൽ ലൈഫിലാണെന്നുണ്ടെങ്കിലും പ്രൊഫഷണൽ ലൈഫിലാണെന്നുണ്ടെങ്കിലും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇമോഷണൽ ഇൻ്റലിജൻസ് കൂടുതലായവർക്ക് ഹൈലി മോട്ടിവേറ്റഡ് ആയിരിക്കും അവർ. അതുപോലെ തന്നെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ളവർക്ക് മറ്റുള്ളവരുടെ അടുത്ത് ഒരു എമ്പത്തി ഉണ്ടാവും. അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാനും അവരെ ലിസൺ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവും. സോ നിങ്ങൾക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് കൂട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ ഫോളോ ചെയ്ത കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ഞാൻ നെക്സ്റ്റ് റീൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഇതൊക്കെ ഞങ്ങളുടെ അടുത്ത് പറയുന്നത്? ഒന്നുമില്ല, ഒരു രസം, എൻ്റെ ഒരു സന്തോഷം. ഓക്കെ, ബൈ.